2014 മെയ് മാസത്തിലെ ഉച്ചവെയിൽ നടന്ന ദിനത്തിലാണ് രാജ്യം പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അന്ന് അധികാരമേൽക്കുമ്പോൾ ഒരുപക്ഷെ ആരും കരുതിയിട്ടുണ്ടാകില്ല ചരിത്രം ഇത്രമേൽ ഭംഗിയായി തുന്നിച്ചേർക്കപ്പെടുമെന്ന്. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരാൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണുകളിൽ നിറയെ പ്രതീക്ഷകളായിരുന്നു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഒരു വലിയ നാഴികക്കല്ല് പിന്നിടുമ്പോൾ അത് കേവലം ഒരു കണക്ക് പുസ്തകത്തിലെ അക്കങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൂടി അടയാളപ്പെടുത്തലാണ്. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രപരമായ റെക്കോർഡുകൾക്ക് തൊട്ടരികിൽ നിന്നിരുന്ന നരേന്ദ്രമോദി ഇന്ന് ആ വലിയ ഉയരത്തെയും മറികടന്നു. തെരഞ്ഞെടുപ്പുകളിലൂടെ മാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അധികാരം ആർജിച്ച് തുടർച്ചയായി ഇത്രയും കാലം രാജ്യത്തിൻ്റെ അമരത്തിരുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഒരു പ്രധാനമന്ത്രിയുടെ പദവി എന്നത് കേവലം അധികാരത്തിൻ്റെ കസേരയല്ല, മറിച്ച് കോടിക്കണക്കിന് സ്വപ്നങ്ങളെ തോളിലേറ്റുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. നോട്ട് നിരോധനത്തിൻ്റെ കടുപ്പമേറിയ നാളുകളായാലും, അതിർത്തിക്കപ്പുറത്ത് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളുടെ കരുത്തായാലും, കശ്മീരിലെ ആർട്ടിക്കിൾ 370 ചരിത്രപരമായ മാറ്റമായാലും, ഈ തീരുമാനങ്ങൾക്കെല്ലാം പിന്നിൽ അചഞ്ചലമായ ഒരു മനസ്സായിരുന്നു. ഓരോ തീരുമാനവും എടുക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു, സംശയങ്ങൾ നിഴലിച്ചു, പ്രതിപക്ഷത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിട്ടു. എന്നാൽ ഒരു വലിയ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് കുതിക്കാനുള്ള ആർജവം അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. പരാജയങ്ങളെ ഭയക്കാതെ ജനങ്ങളുടെ നന്മയെ മുൻനിർത്തി മോദി എടുത്ത ഓരോ തീരുമാനവും ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി എന്ന കരുത്തയായ ഭരണാധികാരിയുടെ റെക്കോർഡ് തിരുത്താൻ ഇനിയും ഒരു ചെറിയ ദൂരമുണ്ട്. ഇടവേളകളില്ലാത്ത ഒരു യാത്രയുടെ ദൈർഘ്യം അളക്കുമ്പോൾ അത് വെറും 4399 ദിവസങ്ങളല്ല, മറിച്ച് 10,000കണക്കിന് മണിക്കൂറുകളുടെ കർമ്മപദമാണ്. ഓരോ ദിവസവും ഉണരുമ്പോൾ പുതിയൊരു ഇന്ത്യയെ സ്വപ്നം കാണുകയും അതിനായി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ആത്മസമർപ്പണത്തിൻ്റെ കഥ. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലെ അധികാര കേന്ദ്രത്തിലേക്ക് അദ്ദേഹം നടത്തിയ ഈ യാത്ര ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് വലിയ പ്രചോദനമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ലക്ഷ്യത്തിലേക്ക് കണ്ണം നട്ടിരിക്കുന്ന ഒരു യഥാർത്ഥ കർമ്മയോഗിയുടെ മനോഭാവമാണ് ഇവിടെ ഓരോ ദിവസവും തെളിയുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച, രാജ്യത്തിൻ്റെ തലവര മാറ്റിക്കുറിക്കാൻ ഒരുങ്ങിയ ഒരു വ്യക്തിത്വത്തിൻ്റെ വിജയഗാഥയാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റലൈസേഷൻ, ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ ശബ്ദം ഉയർത്തൽ തുടങ്ങി അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. പലപ്പോഴും വിവേചനപരമായ കാഴ്ചപ്പാടുകളെ നേരിടേണ്ടി വന്നെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ അദ്ദേഹം ഏറെ മുന്നോട്ട് പോയി. ചരിത്രം എന്നത് എപ്പോഴും വിജയികളെ ഓർമ്മിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരെയാണ് ഓർമ്മിക്കുന്നത്. ഓരോ ചുവടുവയ്പിലും ഓരോ തീരുമാനത്തിലും അദ്ദേഹം കാത്തുസൂക്ഷിച്ച ആത്മവിശ്വാസം ഇന്ന് രാജ്യം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ റെക്കോർഡുകൾ ഇനിയും തിരുത്തപ്പെടാം, പക്ഷേ ഈ നിമിഷം ചരിത്രം അദ്ദേഹത്തിൻ്റെ പേര് വലിയ അക്ഷരത്തിൽ കുറിച്ചു വയ്ക്കുന്നു. ഭാരതത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നു നിന്നും ഒരു പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി നയിച്ച ഈ യാത്ര കേവലം രാഷ്ട്രീയമല്ല, മറിച്ചൊരു ജനതയുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. തളരാത്ത പോരാളിയായി, ഉറച്ച തീരുമാനങ്ങളുമായി ഭാരതത്തിൻ്റെ വികസനത്തിനായി സ്വയം സമർപ്പിച്ച ഈ മനുഷ്യൻ ഇന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിക്കുകയാണ്. ഇത് കേവലം അക്കങ്ങളുടെ വിജയമല്ല, മറിച്ച് ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ കാലഘട്ടത്തിൻ്റെ വിജയമാണ്.